കൃഷിലോകം. നമസ്കാരം. കൃഷിലോകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കൃഷി ലോകത്തിൽ ഇന്ന് നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. അപ്പൊ അവരെ ആദ്യമായിട്ട് പരിചയപ്പെടുത്താം. നമ്മുടെ ആലക്കോടുള്ള മോളി ചേച്ചിയും അതുപോലെ തന്നെ ബേബി ചേട്ടനുമാണ്. അപ്പൊ ഇവരുടെ കൃഷി വിശേഷങ്ങളാണ് ഇന്ന് കൃഷി ലോകത്തിലൂടെ നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ നമസ്കാരം മോളി ചേച്ചി ആൻഡ് ബേബി ചേട്ടാ. നമസ്കാരം. ഓക്കെ, അപ്പോ കൃഷി രീതികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്തു വരുന്നത്? ഞങ്ങൾ പ്രധാനമായിട്ടും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും, പിന്നെ തെങ്ങ്, കമുക്, റംബൂട്ടാൻ എല്ലാം ഉണ്ട്. അബിയു, മംഗോസ്റ്റിൻ, ചാമ്പ, പേര എന്ന് 10-35 ഇനം സംഗതികളുണ്ട് ഇവിടെ. അപ്പൊ ഏകദേശം എത്രത്തോളം സ്ഥലത്താണ് ഇത് കൃഷി ചെയ്തു വരുന്നത്? ഏകദേശം 6 ഏക്കറോളം സ്ഥലത്താണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. ഈ 6 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് വിഭജിച്ച്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ കൃഷിക്ക് ഇന്ന സ്ഥലം അങ്ങനെ വിഭജിച്ചിട്ടുണ്ടോ? കുറെ എല്ലാം വിഭജിച്ചിട്ടുണ്ട്. കുറേയിടത്ത് തെങ്ങ് മാത്രം, പിന്നെ പച്ചക്കറി, ഇതൊക്കെ പഴവർഗ്ഗങ്ങള്, മൺകോസ്റ്റ് അങ്ങനെയുള്ള ഈ തണൽ ഇഷ്ടപ്പെടുന്ന ചെടികൾ വളർത്തിയിട്ടുണ്ട്. പിന്നെ കമുക് അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവിളകള് നമുക്ക് എല്ലാവർക്കും കേട്ടറിയാം, പക്ഷെ അതെങ്ങനെ കൃത്യമായിട്ട് ചെയ്യണം, ഏത് വിളയ്ക്ക് ഏത് ഇടവിളയാണ് വേണ്ടത്, ഇതൊക്കെ പലർക്കും പല കൺഫ്യൂഷൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഇടവിളകൾ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ചെയ്തു തരുന്നത്? ഇടവിളകളായിട്ട് വാഴ, പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ പന്തലിൽ വളരുന്ന പാവല്, പടവല്, കോവല്, പിച്ചില്, ചൊരക്ക ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പന്തലിൽ, നോൺ പന്തലിലായിട്ട് വരുന്നത് പച്ചക്കറി, പയറ്, വെണ്ട, ചീര, വഴുതന, അതായത് വെള്ളരി, മത്തൻ, കുമ്പളം, ഇങ്ങനെയുള്ള എല്ലാം പടർന്നു വളർന്നതും അതിനിടയിൽ ഇടവഴിയായിട്ട് വരുന്നുണ്ട്. ചേമ്പ്, ചേന, കാച്ചില്, കപ്പ, പിന്നെ എന്താ ഫലവർഗ്ഗങ്ങൾക്ക് ഇടയിലായിട്ട് വരുന്നത് പോലെ 4 സൈഡിലും ആയിട്ട് പ്ലാവുകളുണ്ട്. അതെല്ലാം നാടൻ പ്ലാവുകളാണ്. അതുപോലെ റംബൂട്ടാൻ ഇടവിളയായിട്ട് വരുന്നതും മംഗോസ്റ്റിൻ ഇടവിളയായിട്ട് വരുന്നതും ഏത്തവാഴ, അങ്ങനെയുള്ള പലതരത്തിലുള്ള വാഴകൾ. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ജൈവ കൃഷി രീതി തന്നെയാണ് അവലംബിച്ചു വരുന്നത്. അതെ, ജൈവ കൃഷിയാണ്. ഒരു പശുവും പോത്തും കുട്ടിയുണ്ട്. അപ്പം അതിൻ്റെ ചാണകമാണ് കൂടുതൽ, പിന്നെ ചാരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഉപയോഗിച്ചതുകൊണ്ട് തെങ്ങുകൾക്ക് പല മാറ്റങ്ങളുണ്ട്. ചെമ്പഞ്ചല്ലി വണ്ടുകളൊക്കെ ഒരു പരിധി വരെ ഇപ്പം നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എൻ്റെ തോന്നൽ. പിന്നെ എങ്ങനെയാണെന്ന് അടുത്ത സ്ഥലത്തൊക്കെ ഉണ്ട്, നമ്മുടെ എൻ്റെ അകത്ത് കടന്നു കൂടിയിട്ടില്ല. ദൈവാനുഗ്രഹം എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ ചെയ്തുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അപ്പം അതിനെ പറ്റി 2-3 വർഷം കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അപ്പം ഒരു ഇതങ്ങ് പറഞ്ഞിട്ടുണ്ട്, അത് റിസൾട്ട് പറയണമെങ്കിൽ 3 വർഷമെങ്കിലും എടുക്കും. ശാസ്ത്രലോകം അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനും പറയാം, ഇപ്പം മടിക്കുന്നുണ്ട്, പിന്നെ പറയാം. ഈ ജൈവ കൃഷി രീതിയിൽ തന്നെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വളങ്ങൾ ഏതൊക്കെയാ? വളങ്ങൾ പച്ചില വളവും ഇതൊക്കെ. പയറിപ്പം പതിച്ചിട്ടുണ്ട്, അത് പയർ കുറച്ച് കഴിയുമ്പോൾ പറിച്ച് തെങ്ങിൻ്റെ ചോട്ടി കൂട്ടും. ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചാണകം ഉപയോഗിക്കുന്നുണ്ട്, വേറെ ചാരം ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഒന്നും രാസവളം ഇട്ട് ഒരു ചെറിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇതിനെല്ലാം മാറ്റം വരുത്താൻ അല്പം മണ്ണിന് ഒരു ഇത് കൊടുത്തില്ലെങ്കിൽ അത് പിടിയിന്ന് മാറിയാൽ മണ്ണിനും ബുദ്ധിമുട്ട്, ചെടികൾക്കും ബുദ്ധിമുട്ടുണ്ട്. പതുക്കെ മാറ്റാം. പിന്നെ ഒഴുകി വരുന്ന വെള്ളം പാടത്ത് ഉപയോഗിക്കുന്നുണ്ട്. കരിയില അങ്ങനെയുള്ള ഒഴുകി വരും, അതും ശേഖരിച്ച് അതൊക്കെ തെങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ ഇവിടുത്തെ കൃഷിയിടത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് റബ്ബർ കൃഷി. നമ്മൾ നോക്കുമ്പോൾ കാട് പിടിച്ച് കിടക്കുമെന്ന് നമുക്ക് തോന്നാം, പക്ഷെ അതിന് പിന്നിലും ചെറിയൊരു ട്രിക്ക് ഉണ്ടോ? ഉണ്ട്. അതെന്താന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞുതരൂ. പറയാൻ കുഴപ്പമില്ല. അതായത് അത് പൊത പോലെ കിടക്കുന്നു. അപ്പം റബ്ബറിനിടയിലൂടെ ഈ കാട് വളർന്നു നിൽക്കുന്നത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. റബ്ബർ പാല് കൂടുതൽ കിട്ടും, അതിന് തണുപ്പ് കിട്ടും, പിന്നെ അത് പച്ചിലയെല്ലാം ചീഞ്ഞ് വളമായി തീരുന്നുമുണ്ട്. ഓക്കെ, ഇപ്പൊ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കൃഷി അത്ര ലാഭകരമല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് കൃഷി ലാഭമാണോ നഷ്ടമാണോ? ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ലാഭമാണ്. അതായത് തനതായ കൃഷി ഞങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഇൻവോൾവ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് കഠിനമായ പരിശ്രമത്തിലൂടെ നിതാന്ത ജാഗ്രതയോടെ ഇത് കൃത്യനിഷ്ഠയോടെ ചെയ്യുന്ന കാരണം ഞങ്ങൾക്ക് ലാഭം തോന്നും. പക്ഷെ എല്ലാവരും അതിൽ നഷ്ടം എന്ന് പറയുന്നെങ്കിൽ ഈ ലാഭം എങ്ങനെയെന്ന് ബോധ്യപ്പെടുത്താൻ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒന്നാന്തര ഉപദേശം ഇതാണ്: നിതാന്ത ജാഗ്രത. അതൊരു ജവാൻ ഉണ്ടായിരിക്കുന്ന ഗുണം പോലെ ശരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് പറഞ്ഞാൽ സർക്കംസ്റ്റൻസസ് നമ്മളെപ്പോഴും അത് പറയാൻ പറ്റത്തില്ല, അതുപോലെ നമ്മൾ അതിൽ ജാഗ്രത പാലിക്കുക, കൃത്യനിഷ്ഠയോടെ ചെയ്യുക. അപ്പൊ അതാണ് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് അല്ലെ. അപ്പൊ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സീസണാണ്. ഓരോ സീസണും കാലാവസ്ഥ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ കൃഷി രീതികളിൽ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്? ഇപ്പം ചൂട് കൂടുതലാണ്. അപ്പം ചൂട് കൂടുതലാകുമ്പം പറമ്പുകൾ തെളിക്കാണ്ട് പരമാവധി കുറച്ച് തെളിച്ച് ഇങ്ങനെ
ചെയ്യുകയാണ്. ഇപ്പം പച്ചക്കറി തന്നെ ചെയ്തിരിക്കുന്ന കുറച്ച് സ്ഥലം തെളിച്ച് ഇങ്ങനെ ചെയ്ത് പച്ചക്കറി വളരുന്നു, അടുത്തത് അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പം പറമ്പ് ഫുള്ളായിട്ട് തെളിക്കണമെങ്കിൽ മഴക്കാലം വന്നതിന് ശേഷം മാത്രമേ ഫുള്ളായിട്ട് തെളിക്കുള്ളൂ. അപ്പം ജൂൺ ആകുന്നതിനും കംപ്ലീറ്റ് തെളിച്ച് പറമ്പ് നല്ലപോലെ ആക്കും. ഈ സൂര്യപ്രകാശം വെറുതെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഇപ്പം പോകുന്നത്. എന്നാന്ന് വെച്ചാൽ സൂര്യപ്രകാശം കൊണ്ട് മാത്രമേ നമുക്ക് ഓക്സിജൻ പ്രദാനം ചെയ്യാൻ പറ്റുള്ളൂ. ജനങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ്. ഒരു ഫാക്ടറിയാണ്, കർഷകനാണ് ഫാക്ടറി, കർഷകൻ്റെ കൃഷിയിടമാണ് ഫാക്ടറി ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഫാക്ടറികളിൽ നിന്ന് വരുന്ന കാർബൺ ഡയോക്സൈഡ് മുഴുവൻ ഇത് മാറ്റം വരുത്തി കൊടുക്കുന്നത് കർഷകൻ്റെ പുരയിടമാണ്. ഇനി ഒരു കാലത്ത് കർഷകന് വ്യവസായികളിൽ നിന്ന് വരുന്ന കാർബൺ ഡയോക്സൈഡ് മാറ്റം വരുത്തുന്നതിന് ഒരു ചെറിയ ഇത് കർഷകന് കൊടുക്കണം എന്നുള്ള അഭിപ്രായം കൂടെ ഉണ്ട്. എങ്കിൽ മാത്രമേ കർഷകനെ പിടിച്ചു നിൽക്കാനും അവനൊരു പ്രോത്സാഹനം ആകുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഓക്സിജൻ ഇപ്പം ഇല്ലാണ്ട് വരുന്നു. കാർബൺ ഡയോക്സൈഡ് എല്ലായിടത്തും പ്രശ്നമുണ്ട്. എല്ലായിടത്തും അന്തരീക്ഷ താപനില ഇതെല്ലാം കൂടുന്നു. എന്നാന്ന് വെച്ചാൽ കർഷകർ കൃഷിയിടം ഉപേക്ഷിക്കുന്നു. വലിയ ഫ്ലാറ്റുകളും ഇതെല്ലാം പണിത് കൃഷിയിടങ്ങൾ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യവസായവൽക്കരണം അതും അതിന് കർഷകനെ എപ്പോഴും പ്രോത്സാഹിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരാൻ സാധ്യതയുള്ളൂ. അപ്പം മോള് ചേച്ചി ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൃഷി, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൃഷി എന്തായിരിക്കും? അതായത് പച്ചക്കറി കൃഷിയാണ്. ഇതിപ്പം ഫലവർഗ്ഗങ്ങൾ നിൽക്കുന്നതിനിടയ്ക്ക് നമുക്ക് അതൊരു സമഗ്ര വികസനമായിട്ട് എടുക്കാൻ പറ്റും. അതായത് ജൈവ രീതിയിലുള്ള നമ്മളുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ നമ്മൾ തന്നെ അത് ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ളവർക്കും ആസ്വദിക്കാനും അനുഭവിക്കാനും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതേ സമയം നമ്മൾ വെള്ളത്തിനൊക്കെ ഒരല്പം കുറവുള്ള ഒരു സമയമാണല്ലോ വേനൽക്കാലം. അപ്പോൾ അതിനെ ഒന്ന് ബാക്കപ്പ് ചെയ്ത് പിടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് പറയാനുണ്ടോ? അതായത് നമ്മുടെ കൃഷിയിടങ്ങിൽ കിട്ടുന്ന വെള്ളം, മഴയത്ത് കിട്ടുന്ന, സാധാരണ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ജലവിഭവമാണല്ലോ. മഴയിൽ നിന്ന് അത് ശേഖരിച്ച് നമുക്ക് ചെറിയ ചെറിയ കൃഷി ഭൂമിക്കകത്ത്, അതായത് കുളങ്ങള്, ചെറിയ ചെറിയ രീതിയിലുള്ള ജലസംഭരണികൾ നമുക്ക് തന്നെ ഉണ്ടാക്കും. അപ്പം ആ ജലസംഭരണികൾ അത് ഗുണത്തിനും ഉണ്ട്. അതുപോലെ താറാവ് അങ്ങനെയുള്ള പക്ഷികൾക്ക്, വളർത്തുമൃഗങ്ങൾക്കും ആവശ്യമായത് ഇവിടുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് ശുദ്ധജലം തന്നെ ആക്കി നമുക്ക് അതെടുക്കാൻ പറ്റും. ഇപ്പോൾ മോളിശേഷി പറഞ്ഞ ഒരു കാര്യമാണ്, ഇവിടെ ഏറ്റവും അധികം ഉള്ളൊരു വിള ചക്ക. അപ്പൊ ചക്ക ഈ ഒരു സീസണിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വില കൂടി വരുന്നുണ്ട്, ചക്ക കൂടി വരുന്നുണ്ട്. അപ്പൊ ഈ ചക്ക വെച്ചിട്ട് നിങ്ങൾ കുറച്ച് പരിപാടികൾ നടത്തുന്നുണ്ടല്ലോ, അതെന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ചക്ക വെച്ച് ഇപ്പം അത് ചുളയാണ് കൊടുക്കുന്ന മെയിൻ. അതിൻ്റെ അകത്ത് മൂല്യവർദ്ധിതമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡ്രയർ വാങ്ങണം. അത് ചില 80%, 90% സബ്സിഡിക്ക് കിട്ടും. അത് കിട്ടിയില്ല. കിട്ടുന്ന മുറയ്ക്ക് അതും ചെയ്യണം. ചക്കച്ചുള തന്നെ, പഴം തന്നെ അതൊക്കെ ഉണക്കി നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കാൻ ഒക്കെ ഉദ്ദേശമുണ്ട്. അപ്പം അതിനുള്ള സബ്സിഡി റേറ്റ് കിട്ടിയാൽ അടുത്ത് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു പിൻബലം എവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഇപ്പം ഒരിടത്ത് പോയി കാണാനുമൊക്കെ ഉദ്ദേശമുണ്ട്. അത് പോയി സമയം കിട്ടുന്നില്ല, കൃഷി പണികൾ തീരുന്നില്ല. അതുകൊണ്ട് അത് തീരുന്ന മുറയ്ക്ക് പോയി നോക്കണം എന്നൊക്കെ ഓർത്തിരിക്കുന്നു. മോളിക്കുട്ടിയുടെ ഇതെല്ലാം ചെയ്യണം എന്നുള്ള അപ്പം മോളിക്കുട്ടിക്ക് ഫുൾ സപ്പോർട്ടുണ്ട്. അപ്പം അത് ചെയ്യാൻ എനിക്ക് സമയം ഇച്ചിരി കുറവുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടെയാണ് എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ പണികളും ഞങ്ങൾ 2 പേരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ പോകുകയാണെങ്കിൽ ഞങ്ങൾ 2 പേരും ഉണ്ട്. അങ്ങനെ പോകുന്നു. അപ്പം മോളിശേഷി ഈ ചക്കച്ചുള നിലവിൽ എങ്ങനെയാണ് അതിന്റെ ഒരു മാർക്കറ്റിംഗ്, അല്ല അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊന്ന് പറയാമോ? അതായത് ചക്ക വെട്ടി ഒരുക്കി അതിന് ചകണി മാറ്റി പച്ചച്ചുള റെഡി ടു കുക്ക് എന്നത് 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുഡ്. ഇപ്പം നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ അത് സുലഭമായിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കാളും നഗരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർക്കത് കിട്ടാൻ ദൗർലഭ്യമുണ്ട്. അവരാഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമുക്കത് വേസ്റ്റായി തോന്നുന്ന സാധനം ഗുണപരമായിട്ടും അതും ആത്മാർത്ഥമായിട്ട് അത് അവർക്ക് സന്തോഷം ആസ്വദിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ഈ വിഭവത്തെ ഉപയോഗിക്കാമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. അപ്പം നിലവിൽ നിങ്ങളുടെ മനസ്സിൽ ഫാം ടൂറിസം എന്നൊരു പദ്ധതി ഉണ്ടെന്നറിയാം. അപ്പൊ ഫാം ടൂറിസം ഇവിടെ വരുന്നത് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും? ഇവൻ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല, ആസ് സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ഈ ഒരു പദ്ധതിയിലൂടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഈ ഫാം ടൂറിസം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവിടെയുള്ള ഉൽപ്പന്നങ്ങൾ ബാക്കിയുള്ളവർക്ക് പരിചയപ്പെടുത്തി, അതൊരു ക്ലാസ് രീതിയിൽ അവരെ പരിചയപ്പെടുത്തി അത് വിൽക്കുക, അവരിൽ നിന്നും
ഇനി ഒന്നും ഇല്ല, അവർക്ക് ഇത് മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഞങ്ങൾ സഹായമായിട്ട് അത് എത്തിച്ചു കൊടുക്കാൻ തന്നെ ഇവിടെ വരുന്നവർക്ക് കൊടുക്കുക. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നവർക്ക് സൗജന്യമായിട്ട് തന്നെ കൊടുക്കും. അപ്പം ഇതെല്ലാം എല്ലാവർക്കും ആസ്വദിക്കുക, ഇവിടെയുള്ള ഉൽപ്പന്നങ്ങൾ ആസ്വദിക്കുക, അനുഭവിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ക്ലാസ് രൂപത്തിൽ എല്ലാവർക്കും കൃഷി രീതികൾ പറയാനും അവരെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ചെയ്യിപ്പിക്കാനും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഇതിൽ നിന്ന് കൃഷിയിൽ നിന്ന് മാറുന്നു. അപ്പം പുതിയ രീതിയിൽ നല്ല രീതിയിൽ ഇപ്പം കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിക്കണം, അത് ഉപയോഗിക്കാനുള്ള ഇത് അവർക്ക് പരിശീലനം ഞങ്ങൾ കൊടുക്കുക. അവർ ഞങ്ങളുടെ പറമ്പിൽ ചെയ്തോട്ടെ. അങ്ങനെയുള്ള സംഗതികൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇന്ന് പലരും വ്യാകുലപ്പെടുന്നൊരു കാര്യമാണ് ജോലിയില്ല. ഇത് ഞങ്ങൾ യുവാക്കളെല്ലാവരും പറയുന്നതാണ്. പക്ഷെ അതേസമയം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിടക്കുന്ന കൃഷിയിലേക്ക് പലരും നോക്കുന്നില്ല. അപ്പൊ കൃഷി ഇപ്പോൾ ജോലിയില്ലാതെ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇഷ്ടമല്ലാത്തവരുണ്ടാകും, അതുപോലെ കൃഷിയിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഇവർക്ക് എല്ലാവർക്കും ഒരു അഡ്വൈസ് എന്തായിരിക്കും മോളി ചേച്ചി നൽകുക? അതായത് അവർക്കിപ്പം കൃഷി ഇത് എല്ലാവരും മൊത്തത്തിൽ ഇത് വേണ്ട എന്ന് വെക്കുന്നൊരു എന്താണ് ലേബറേഴ്സ് ഇല്ല. അപ്പോൾ സ്വയം പണിയെടുക്കാൻ സന്മനസ്സും സന്തോഷമായിട്ടിത് ആസ്വദിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൃഷി എപ്പോഴും നന്മയായിട്ടേ വരത്തുള്ളൂ. അവരത് കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് സ്വന്തം മക്കൾക്ക് വിഷം വാങ്ങിച്ചു കൊടുക്കാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്ത് അവരെ ഭാവി തലമുറയ്ക്ക് കരുത്തുള്ളവരായി വളർത്താനായിട്ടുള്ള ഒരു അവസരമായിട്ട് കൃഷിയെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ കൃഷിയിലെ തുടക്കക്കാരോട് ബേബി ചേട്ടൻ എന്താ പറയാനുള്ളത്? തുടക്കക്കാരോട് പറയാനുള്ള ഇത് ചടം കിട്ടിയല്ല. ഇപ്പൊ ഒരു ജോലി ചെയ്താൽ പിറ്റേ ദിവസം ഒരു മാസം കഴിയുമ്പോൾ ശമ്പളം കിട്ടും. കൃഷി ചെയ്യുന്നാൽ അത് തെങ്ങ് കൃഷി ചെയ്താൽ 7 വർഷം 6 വർഷം 5 വർഷം നല്ല ചെയ്താൽ 3 വർഷം കൊണ്ട് ആദായം എടുക്കാം. അപ്പം അതിന് സർക്കാർ ഒരു ചെറിയ ഇളം തലമുറയ്ക്ക് ഒരു താങ്ങായിട്ട് നിന്നാൽ ഇതിൻ്റെ അകത്ത് വരുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇതിപ്പം ചെയ്യുന്നില്ല. എന്നാന്ന് വെച്ചാൽ ഇളം തലമുറ ഇപ്പം ആഗ്രഹിക്കുന്ന ഇന്ന് കിട്ടണം, ഇപ്പോൾ കിട്ടിയാൽ സംഗതി റെഡി. അത് കിട്ടത്തില്ല. ഇപ്പം റബ്ബർ വെച്ചാലും സംഗതി ആദായം കിട്ടണമെങ്കിൽ വർഷങ്ങളെടുക്കും. ഏത് കൃഷിയും ഇപ്പം പയർ നട്ടാൽ 30 ദിവസം കൊണ്ട് കിട്ടും. ബാക്കി അതിന് വിൽപ്പനയും ഇതുമൊക്കെ ചിലപ്പം സാഹചര്യം നല്ലതാണെങ്കിൽ നല്ല വില കിട്ടും, സാഹചര്യം മോശമാണെങ്കിൽ ഇത് കിട്ടും. ഈ വർഷം തന്നെ വാഴക്കല വിലയില്ലായിരുന്നു. സംഗതി അങ്ങനെ ഓരോ ഇതും അതിന് നമുക്കൊരു പിൻബലം അത് ആര് തരും എന്നുള്ളതാണ് പ്രശ്നം. പിൻബലം ഉണ്ടെങ്കിൽ കർഷകർക്ക് വില ന്യായമായി കൊടുത്താൽ അവരെന്തോ ഉൽപ്പാദിപ്പിക്കും. അതാണ് ഇത്. ഇപ്പം കന്നാര കൃഷി വരുന്നുണ്ട്. അതൊരു കാലത്ത് താഴെ പോയായിരുന്നു, ഇപ്പം കയറി വന്നു, അതിനിയും താഴെ പോകാം എന്നുള്ളതാണ് വിഷയം. ഇത് ഒരു മാന്യമായ ഇത് എന്നും ഒത്തിരി പേര് കന്നാര കൃഷിയിലേക്ക് വരുന്നുണ്ട്. ബാക്കി കൃഷികൾ ഇപ്പം തെങ്ങ് കൃഷി വരുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ തേങ്ങയ്ക്ക് വില കൂടി ചിരട്ടയ്ക്ക് 26 രൂപ. ഇതാണ് 1 കിലോ ചിരട്ട കൊടുത്താൽ 26 രൂപ. അപ്പം തേങ്ങയുടെ വില ചിരട്ടയ്ക്കായി എന്ന് പറഞ്ഞോണം കായി. അപ്പം ഇത് നിങ്ങൾക്ക് ചിന്തിച്ച് ചെയ്യുക എന്ന് എനിക്ക് പറയാം. ജേണഫം 90.8 എല്ലാ ശ്രോതാക്കളോടുമായിട്ട് എന്താ പറയാനുള്ളത്? അതായത് നമ്മൾ കൃഷി ഒരിക്കലും മാന്യതയില്ലാത്തതായിട്ടാണ് പഴയ തലമുറയെ കാണുന്നത്. പക്ഷേ വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിലും അവർക്ക് അധ്വാനത്തിലൂടെ അവരുടെ അതായത് സ്വന്തം ഫലങ്ങൾ നമ്മുടെ കൃഷിയിലൂടെ തന്നെ നമ്മുടെ വിളവെടുപ്പ് ഫലം കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ് കർഷകന്. കൃഷിഭൂമിയിൽ നിന്ന് കിട്ടുന്ന വിളകൾ അതായത് കർഷകന്റെ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ നമ്മൾ പറയുകയാണ് കൃഷിയിലൂടെ നമുക്കൊരു പച്ചക്കറി തന്നെയാണേലും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഉണ്ടേ മത്തൻ വഴുതന വെണ്ട ഊണിന് കൂട്ടാൻ പല കൂട്ടം. അതായത് ഭക്ഷണ സാധനം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്നിനായിട്ടോ മെഡിസിനായിട്ടോ രോഗിയായിട്ടോ നമ്മളെ ആകുകയില്ല. ശരിക്കും നമ്മൾ ഊർജ്ജസ്വലരായി തീരുമെന്ന് തന്നെയാണ് എഫ്എമ്മിനോട് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പൊ ഏതായാലും നമ്മൾ ഇന്ന് നമ്മുടെ ബേബി ചേട്ടന്റെയും മോൾ ചേച്ചിയുടെയും കൃഷി വിശേഷങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ കൃഷി ലോകത്തിന്റെ ഒരു എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി അടുത്ത അധ്യായത്തിൽ പുതിയ കൃഷി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരികെ എത്തുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ടു ജേണഫം 90.8. കേൾക്കാം, പാടാം, ആഘോഷിക്കാം. കൃഷി ലോകം.